ഡോളർ എന്ന പേരിന് വലിയൊരു ചരിത്രമുണ്ട്. സ്വർണത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കുള്ള ഒരു യാത്രയുടെ ചരിത്രം. ഇന്നത്തെ ഡോളർ ലോകത്തെ എങ്ങനെയാണ് കീഴടക്കിയത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നത്. 18-ാം നൂറ്റാണ്ടിൽ അമേരിക്കൻ വിപ്ലവകാല സമയത്ത് ഇംഗ്ലണ്ടിൻ്റെ നിയന്ത്രണത്തിൽ നിന്നും മോചനം നേടിയ ശേഷമാണ് പുതിയ രാജ്യമായ അമേരിക്കയ്ക്ക് തങ്ങളുടെ സ്വന്തം കറൻസി രൂപീകരിക്കാൻ ആവശ്യം തോന്നിയത്. 1792-ൽ കോയിനേജ് ആക്ട് എന്ന നിയമപ്രകാരം അമേരിക്കൻ കോൺഗ്രസ് പുതിയ കറൻസിയായ ഡോളറിനെ ഔദ്യോഗികമായി അംഗീകരിച്ചു. സ്പാനിഷ് ഡോളറിൻ്റെ മാതൃകയിലായിരുന്നു ഇതിൻ്റെ രൂപകൽപ്പന. പ്രാരംഭത്തിൽ വെള്ളിയും സുവർണവുമാണ് ഉപയോഗിച്ചത്. വിവിധ നാണയങ്ങൾ ഡീം, നിക്കൽ, ക്വാർട്ടർ എന്നിവയും പിന്നീട് വികസിപ്പിച്ചു. കോയിനേജ് ആക്ട് പാസ്സാക്കപ്പെട്ടപ്പോൾ അമേരിക്കൻ സർക്കാർ ഡോളറിന് ഒരു ഉറപ്പുള്ള മൂല്യം നൽകാൻ തീരുമാനിച്ചു. അതിനായി 2 ലോഹങ്ങളായ ഗോൾഡും സിൽവറും ചേർന്ന ബൈമെറ്റാലിക് സിസ്റ്റം ഫോളോ ചെയ്തു. ഇതിൻ്റെ അർത്ഥം ഡോളർ നാണയങ്ങൾക്ക് പിന്തുണയായി സർക്കാരിന് സ്വർണവും വെള്ളിയും ഉണ്ടായിരിക്കണം. ഉദാഹരണത്തിന് $1 എന്നത് ഒരു നിർദ്ദിഷ്ട തൂക്കം വെള്ളിയിലോ സ്വർണത്തിലോ പ്രതിനിധീകരിക്കണം. സ്വർണ്ണ വെള്ളി വിലകൾ മാറ്റം വന്നപ്പോൾ ജനങ്ങൾ കുറഞ്ഞ വിലയുള്ള ലോഹത്തിലായാണ് ഇടപാടുകൾ നടത്താൻ തുടങ്ങിയത്. ഇതിനെ ഗ്രഷാംസ് ലോ എന്നാണ് അറിയപ്പെടുന്നത്. 1873-ൽ അമേരിക്ക വെള്ളി നാണയങ്ങൾ ഒട്ടുമിക്കതും നിർമ്മാണം നിർത്തി. ഈ നടപടിയെ ക്രൈം ഓഫ് 1873 എന്നും ചിലർ വിശേഷിപ്പിച്ചു. ഇതിൻ്റെ തുടർച്ചയായി 1900-ൽ അമേരിക്കൻ കോൺഗ്രസ് ഗോൾഡ് സ്റ്റാൻഡേർഡ് ആക്ട് പാസാക്കി. ഇതോടെ ഡോളർക്ക് പിന്തുണയായി മുഴുവനായും സ്വർണം മാത്രമാവും ഉപയോഗിക്കുക എന്ന നിയമപരമായി ഉറപ്പായി. 1913-ൽ അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയിൽ വലിയൊരു മാറ്റം സംഭവിക്കുകയും ഫെഡറൽ റിസർവ് ആക്ട് എന്ന നിയമം പാസാക്കിയതോടെ ഫെഡറൽ റിസർവ് സിസ്റ്റം രൂപീകൃതമായി. പിന്നീട് ഇത് തന്നെ അമേരിക്കയുടെ കേന്ദ്ര ബാങ്കിംഗ് സംവിധാനമായി മാറി. ഫെഡ് എന്നറിയപ്പെടുന്ന ഈ സ്ഥാപനം ഡോളറിൻ്റെ പ്രസിദ്ധീകരണവും പലിശ നിരക്കുകളും ബാങ്കുകളുടെ ഇടപാടുകൾ ഒക്കെ തന്നെ നിയന്ത്രിക്കാൻ തുടങ്ങുകയും ആഗോള സാമ്പത്തികത്തിൽ വലിയ സ്വാധീനമുള്ളൊരു സ്ഥാപനമായി മാറുകയും ചെയ്തു. ഇതോടെ അമേരിക്കൻ ഡോളറിന് കൂടുതൽ സ്ഥിരതയും അന്താരാഷ്ട്ര വിശ്വാസ്യതയും ലഭിച്ചു. 1929-ലെ മഹത്തായ സാമ്പത്തിക മാന്ദ്യം ഗ്രേറ്റ് ഡിപ്രഷൻ അമേരിക്കയുടെ സാമ്പത്തിക സംവിധാനം കുഴിയിലാക്കി. ഇതിനിടെ ആളുകൾ സ്വർണത്തിൽ നിക്ഷേപം നടത്തിയതും ബാങ്കുകളിൽ നിന്ന് പണം പിൻവലിച്ചതും മൂലം നിരവധി പ്രശ്നങ്ങളുണ്ടായി. ഈ സാഹചര്യത്തിൽ 1933-ൽ അന്നത്തെ പ്രസിഡന്റായിരുന്ന ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് നിർണായകമായൊരു തീരുമാനമെടുത്തു: ഗോൾഡ് സ്റ്റാൻഡേർഡ് ഉപേക്ഷിക്കുക എന്നത്. ഫ്രാങ്ക്ലിൻ പുറത്തുവിട്ട ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ പ്രകാരം വ്യക്തികൾക്ക് സ്വകാര്യമായി സ്വർണം കൈവശം വയ്ക്കുന്നത് നിരോധിക്കപ്പെട്ടു. കൂടാതെ അവരുടെ സ്വർണം സർക്കാരിന് നൽകേണ്ടതായും വന്നു. വർഷം 1944-ൽ ലോകവ്യാപകമായ വേൾഡ് വാർ II അവസാനിക്കുകയായിരുന്നപ്പോൾ ബ്രെട്ടൺ വുഡ്സ് എഗ്രിമെൻ്റ് എന്നതിനായി 44 രാജ്യങ്ങൾ കൂടിച്ചേരുകയും ഡോളറിനെ ആഗോള റിസർവ് കറൻസിയായി അംഗീകരിക്കുകയും ചെയ്തു. ഈ എഗ്രിമെൻ്റ് പ്രകാരം അമേരിക്കൻ ഡോളറായിരുന്നു ലോക സമ്പദ് വ്യവസ്ഥയിലെ മുഖ്യ കറൻസി. ഇതിൻ്റെ മൂല്യം സ്വർണത്തോട് ബന്ധിപ്പിച്ചിരുന്നു. വർഷം 1971-ൽ അന്നത്തെ പ്രസിഡന്റായിരുന്ന റിച്ചാർഡ് നിക്സൺ ചരിത്രപരമായൊരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി: ഡോളറിൻ്റെ സ്വർണ്ണ പിന്തുണ പൂർണ്ണമായും അവസാനിപ്പിക്കുന്നതായി. ഇതിനെ ചരിത്രത്തിൽ നിക്സൺ ഷോക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ബ്രെട്ടൺ വുഡ്സ് സംവിധാനപ്രകാരം രാജ്യങ്ങൾക്ക് ഡോളർ സ്വർണത്തിൽ മാറ്റാൻ കഴിയുമായിരുന്നുവെങ്കിലും അമേരിക്കയുടെ സ്വർണ്ണ സംഗ്രഹം കുറയുന്നതും സാമ്പത്തിക സമ്മർദ്ദങ്ങളും പരിഗണിച്ച് നിക്സൺ ഈ ഗോൾഡ് കൺവേർട്ടബിലിറ്റി താൽക്കാലികമായി നിർത്തിവെച്ചു. എന്നാൽ പിന്നീടത് പൂർണ്ണമായും ഇല്ലാതാക്കി മാറ്റി. ഇതിൻ്റെ ഫലമായി ഡോളർ ഇനി മുതൽ സ്വർണത്തിൻ്റെ പിന്തുണയില്ലാതെ നിലനിൽക്കും. കൂടെ ഡോളർ ഒരു ഫിയറ്റ് കറൻസിയായി മാറി. അതായത് അമേരിക്കൻ സർക്കാരിൻ്റെ വിശ്വാസത്താലും എഗ്രിമെൻറ്റുകളാലുമാണ് അതിൻ്റെ മൂല്യം നിർണ്ണയിച്ചത്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പല കറൻസികളും ഫിയറ്റ് കറൻസികളാണ്. 21-ാം നൂറ്റാണ്ടിൽ അമേരിക്കൻ ഡോളർ പലതവണ ഇൻഫ്ലേഷൻ എന്ന വെല്ലുവിളി നേരിട്ടു. 2008-ലെ സാമ്പത്തിക മാന്ദ്യം, 2020-ലെ കോവിഡാനന്തര സാമ്പത്തിക വീഴ്ച, കൂടാതെ ഭാരതീയ എണ്ണവിലകളും അടിയന്തര ധനസഹായങ്ങളും എല്ലാം ഡോളറിൻ്റെ വിലയിൽ ആഘാതം വരുത്തിയിട്ടുണ്ട്. എങ്കിലും ഡോളർ ഇന്നും ആഗോള വ്യാപാര രംഗത്തെ പ്രധാന കറൻസിയായി തുടരുന്നു. ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ നോക്കിയാൽ അമേരിക്കയുടെ സാമ്പത്തിക ശക്തി, ഫെഡറൽ റിസർവിൻ്റെ അന്താരാഷ്ട്ര വിശ്വാസ്യത, അനേകം രാജ്യങ്ങൾ അവരുടെ വിദേശ നിക്ഷേപം ഡോളറിലാക്കിയിരിക്കുന്നു എന്നത് തന്നെയാണ്. യുവാൻ, യൂറോ പോലുള്ള കറൻസികൾക്ക് പുരോഗതി ഉണ്ടായാലും ഡോളറിൻ്റെ സ്ഥിരതയും അന്താരാഷ്ട്ര സമ്മതിയും അതിനെ മുന്നിൽ നിലനിർത്തി വരികയാണ്.
2025 സാഹചര്യത്തിൽ പോലും അമേരിക്കൻ ഡോളർ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറൻസിയായി തുടരുന്നു. സ്വർണം കൂടാതെ വിശ്വാസത്തിൽ നിന്നാണ് ഇന്ന് ഡോളറിൻ്റെ മൂല്യം നിലനിൽക്കുന്നത്. അത് തകർന്നില്ല, മറിച്ച് കൂടുതൽ ശക്തമായി തന്നെ മുന്നേറുകയാണ്. ഭാവിയിൽ എന്താകും? ഡോളറിൻ്റെ ആധിപത്യം തുടരുമോ അതോ മാറ്റമുണ്ടാകുമോ? നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക.